എൻ സുബ്രഹ്മണ്യൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. നേരത്തെ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മുഖ്യമന്ത്രി നിൽക്കുന്ന ഒരു പടം ഷെയർ ചെയ്തത് കൊണ്ടാണ് എനിക്കെതിരെ കേസ്. അതേ പടം ഷെയർ ചെയ്ത BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസില്ല, അറസ്റ്റില്ല. എന്നെ രാവിലെ പ്രാതൽ പോലും കഴിക്കാൻ അനുവദിക്കാതെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇടയ്ക്കിടയ്ക്ക് CIക്ക് നിർദ്ദേശമാണ്. ഇടയ്ക്കിടയ്ക്ക് CIക്ക് നിർദ്ദേശം. ആദ്യം എന്നോട് പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് എടുക്കണം എന്നാണ്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ആദ്യം എന്നോട് പറഞ്ഞത് പോലീസിന് സ്റ്റേറ്റ്മെന്റ് വേണമെന്നാണ്. ആ സ്റ്റേറ്റ്മെന്റ് പോലീസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഉന്നതനായ ആരോ CIക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, കസ്റ്റഡിയിലെടുക്കണം. അതേ ഉടനെ പറഞ്ഞു സ്റ്റേഷനിലേക്ക് പോകണം, എന്റെ സ്വന്തം വണ്ടിയിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് തയ്യാറായി ഇറങ്ങിയപ്പം സ്വന്തം വണ്ടിയിലല്ല, പോലീസ് കസ്റ്റഡിയിലെടുത്തു. എനിക്ക് രാവിലെയുള്ള BP-യുടെ ഗുളിക പോലും കഴിക്കാൻ കഴിഞ്ഞില്ല, പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞില്ല, പ്രാതൽ കഴിക്കാൻ കഴിഞ്ഞില്ല. പോലീസിന്റെ ഹറാസ്മെന്റാണ് ഇത്. കേരളത്തിലെ AKG സെന്ററിന്റെ നിർദ്ദേശപ്രകാരമാണ്. എന്ത് നടന്നാലും സ്വർണ്ണക്കൊള്ളക്കാരെ പുറത്തു കൊണ്ടുവരാനുള്ള പോരാട്ടം കേരളത്തിലെ കോൺഗ്രസ് നടത്തുമ്പോൾ അതിന്റെ മുന്നണി പോരാളിയായി ഞങ്ങൾ ഉണ്ടാകും. അറസ്റ്റ് ചെയ്താലും ജയിലിലടച്ചാലും പിണറായി വിജയന്റെ സർക്കാരിനെ പുറത്താക്കാനുള്ള പോരാട്ടത്തിന് മുന്നിൽ നിൽക്കും. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിശക്തമായി മുന്നിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകും. പോലീസിന്റെ എന്ത് പ്രശ്നം ഉണ്ടായെങ്കിലും ജയിലിലടച്ചാലും ഇതിൽ നിന്ന് പിന്നോട്ടില്ല, പുറകോട്ട് പോകില്ല. അതിന് മുന്നിൽ നിന്ന് നയിക്കും. ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. ഇപ്പോൾ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ ഇവിടെ നിന്ന് ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം, അതായത് അദ്ദേഹത്തെ ഇന്നിപ്പോൾ രാവിലെ ചേവായൂർ പോലീസ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ആദ്യം ഒരു ചോദ്യം ചെയ്യലിന് വേണ്ടി മാത്രമാണ് തന്റെ അരികിലേക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് എത്തിച്ചേർന്നത്. എന്നാൽ പിന്നീട് CIക്ക് ആരുടെയോ നിർദ്ദേശം ലഭിക്കുന്നു. ഇതേ തുടർന്നാണ് പിന്നീട് തന്നെ നിർബന്ധിച്ച് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പങ്കുവച്ച എന്ന കേസിലാണ് ഇന്ന് രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തന്നെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പോലീസ് എന്നതാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ആവർത്തിക്കുകയും ചെയ്യുന്നു. ചിത്രം പങ്കുവച്ച മറ്റുള്ളവരുണ്ട്, പ്രമുഖരുൾപ്പെടെയുള്ളവരുണ്ട്, രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർക്കെതിരെ ഒന്നും കേസെടുക്കാതെ തനിക്കെതിരെ മാത്രം കേസെടുത്തിരിക്കുന്നു. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പോരാട്ടം അത് തുടരുകയും ചെയ്യും എന്നുള്ളതാണ്. സർക്കാരിനെതിരായ പോരാട്ടം തുടരും എന്നാണ്. ഒരു ഭീഷണിക്കും കീഴടങ്ങില്ല എന്ന് എൻ സുബ്രഹ്മണ്യൻ മാധ്യമങ്ങളോട് പറയുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. നേരത്തെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. കലാപാഹ്വാനത്തിനാണ് പോലീസ് കേസെടുത്തത്. തനിക്ക് പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് എൻ സുബ്രഹ്മണ്യൻ പറഞ്ഞത്. തന്റെ വണ്ടിയിലേക്ക് എത്തുക പോലീസ് സ്റ്റേഷനിലേക്ക് എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ പിന്നീട് പോലീസ് വാഹനത്തിൽ ബലമായി കൊണ്ടുപോവുകയായിരുന്നു. തനിക്ക് മരുന്ന് കഴിക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പോരാട്ടം തുടരും. ഇതിൽ നിന്നൊന്നും തന്നെ പിന്മാറ്റാൻ കഴിയില്ല ഇത്തരം നടപടികളിലൂടെ എന്നുള്ളതാണ്. ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് എൻ സുബ്രഹ്മണ്യൻ വ്യക്തമാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.